CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിൽപ്പനയ്ക്കെത്തിച്ച 4 കിലോഗ്രാം കഞ്ചാവുമായി ചുണ്ടമ്പറ്റ സ്വദേശി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. 2 കിലോഗ്രാമിന്റെ പാക്കറ്റിന് 35,000 രൂപ വരെ വിലയിട്ട് പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നയാളാണ് പിടിയിലായത്. കള്ളനോട്ടുമായി ഒരാൾ നാട്ടുകൽ പോലീസ് പിടിയിൽ. കൊല്ലം പത്തനാപുരം സ്വദേശിയാണ് ആര്യംഭാവിൽ വെച്ച് 500 രൂപയുടെ കള്ളനോട്ടുമായി പിടിയിലായത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിടവാങ്ങൽ രാജ്യത്തിനും അന്തർദേശീയ തലത്തിലും തലയെടുപ്പുള്ള വലിയൊരു നേതാക്കന്മാരിൽ ഒരാളുടെ വിടവാണ് ഉണ്ടാക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. കഥകളി ആചാര്യൻ കലാമണ്ഡലം സോമന്റെ 60ാം പിറന്നാൾ സോമദ്യുതി എന്ന പേരിൽ ആഘോഷിക്കും. 28-ന് ശനിയാഴ്ച വെള്ളിനേഴി ഒളപ്പമണ്ണമനയിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആദര സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. വിൽപ്പനയ്ക്കെത്തിച്ച 4 കിലോഗ്രാം കഞ്ചാവുമായി ചുണ്ടമ്പറ്റ സ്വദേശി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. 2 കിലോഗ്രാമിന്റെ പാക്കറ്റിന് 35,000 രൂപ വരെ വിലയിട്ട് പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നയാളാണ് പിടിയിലായത്. ബൈക്കിൽ കടത്തിയ 4 കിലോ 100 ഗ്രാം കഞ്ചാവുമായി കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ സ്വദേശി പൊന്നീരി മൊയ്തീൻകുട്ടിയെ പെരിന്തൽമണ്ണ പൂപ്പലത്ത് വെച്ച് CI സുമേഷ് സുധാകരൻ, ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘം അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് വാങ്ങുന്ന ചെറുകിട വിൽപ്പനക്കാരെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആവശ്യക്കാർക്ക് 2 കിലോഗ്രാമിന്റെ പാക്കറ്റിന് 35,000 രൂപ വരെ വിലയിട്ട് പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നയാളാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂ ഇയർ ആഘോഷങ്ങളും പാർട്ടികളും ലക്ഷ്യം വെച്ച് ആന്ധ്ര, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ട്രെയിൻ മാർഗം കൂടുതൽ കഞ്ചാവ് കേരളത്തിലേക്ക് കടത്താൻ സാധ്യതയുള്ളതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ പോലീസിന്റെ പരിശോധന ശക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഇയാൾ പിടിയിലാകുന്നത്. CCN പെരിന്തൽമണ്ണ. കള്ളനോട്ടുമായി ഒരാൾ നാട്ടുകൽ പോലീസ് പിടിയിൽ. കൊല്ലം പത്തനാപുരം സ്വദേശിയാണ് ആര്യംഭാവിൽ വെച്ച് 500 രൂപയുടെ കള്ളനോട്ടുമായി പിടിയിലായത്. കൊല്ലം പത്തനാപുരം പാത്തിരിക്കൽ സ്വദേശി അബ്ദുൾ റഷീദിനെയാണ് നാട്ടുകൽ പോലീസ് പിടികൂടിയത്. ആര്യംഭാവിലുള്ള തച്ചനാട്ടുകര സ്വദേശിയുടെ പലചരക്ക് കടയിലെത്തി 175 രൂപയുടെ വിവിധ സാധനങ്ങൾ വാങ്ങുകയും 500 രൂപ കടക്കാരന് നൽകുകയും ചെയ്തു. തുടർന്ന് ബാക്കി 325 രൂപ കൈപ്പറ്റുകയും ചെയ്തു. സംശയം തോന്നിയ കടക്കാരൻ 500 രൂപ പരിശോധിച്ചപ്പോഴാണ് കള്ളനോട്ടാണെന്ന് തെളിഞ്ഞത്. ഉടനെ ഇയാളെ തടഞ്ഞുവയ്ക്കുകയും നാട്ടുകൽ പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. നാട്ടുകൽ CI ഹബീബുള്ളയും സംഘവും സ്ഥലത്തെത്തി പ്രതിയുടെ കാർ പരിശോധിച്ചപ്പോൾ കാറിന്റെ അകത്ത് വിവിധ ഭാഗങ്ങളിലായി ഒളിപ്പിച്ചു വെച്ച നിലയിൽ മൊത്തം 1,10,000 രൂപയുടെ ഒറിജിനൽ നോട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് നോട്ടുകളെല്ലാം ബാങ്കിലെത്തിച്ച് പരിശോധിച്ചപ്പോൾ 2 500ന്റെ കള്ളനോട്ടുകളാണ് ലഭിച്ചതെന്ന് നാട്ടുകൽ CI പറഞ്ഞു. മറ്റു പല ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ രീതിയിൽ കള്ളനോട്ടുകൾ ബന്ധപ്പെട്ട കേസും ഇയാൾക്കെതിരെ നിലവിലുണ്ടെന്നും നാട്ടുകൽ പോലീസ് അറിയിച്ചു. പ്രതിയുടെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CCN ചിത്തല്ലൂർ. MTA-യും ഉസ്താദ് സക്കീർ ഹുസൈനെയും ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായരെയും തബലമാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈനെയും നന്മ സാംസ്കാരിക കേന്ദ്രം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. ഉസ്താദ് സക്കീർ ഹുസൈനെ പനമണ ശശി അനുസ്മരിച്ചു. സോളോ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ പേരിൽ തബല പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചില ഉപകരണത്തിന്റെ അല്ലെങ്കിൽ ചില സ്ഥലത്തിന്റെ ഒക്കെ പേര് പറഞ്ഞാൽ ചില വ്യക്തികളെ നമ്മൾ ഓർക്കുമല്ലോ. അപ്പോൾ തബല പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേരാണ് നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ പതിയാണ്. അങ്ങനെ ഓരോരുത്തർ അങ്ങനെ അവരത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അങ്ങനെയുള്ള ഏറ്റവും വലിയൊരു പ്രതിഭയാണ് MT വാസുദേവൻ നായരെ ബിജുമോൻ പന്തിരുകുലം ഈ വള്ളുവനാടിൻ്റെ ഹൃദയഭൂമിയിൽ ഇരുന്നു കൊണ്ട് പട്ടാമ്പി, തൃത്താല, കൂടല്ലൂരിലെ പുഴയും പുഴക്കടവും തോണിക്കാരനും ജീവിതമാണ് തൻ്റെ ഇതിവൃത്തമെന്ന് MT എപ്പോഴും പറയും. കൂടല്ലൂരില്ലാതെ, ഭാരതപ്പുഴയില്ലാതെ, മണൽത്തരികളില്ലാതെ എനിക്ക് ജീവിതമില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ. മഹാനായ മനുഷ്യ സ്നേഹി,
1953 ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ നിന്നും രസതന്ത്രത്തിൽ ബിരുദം നേടിയ മനുഷ്യൻ. ആ മനുഷ്യൻ്റെ അന്ന് തന്നെ ആ കാലങ്ങളിൽ അദ്ദേഹത്തിന് ചെറുകഥയ്ക്ക് 1ാം സ്ഥാനം ലഭിക്കുകയാണ്. ആ കലാലയ ജീവിതത്തിൽ പോലും തൻ്റെ തൂലിക വളരെ ഭംഗിയായി മാനവികതയ്ക്ക് വേണ്ടി ശബ്ദിച്ച ഒരാൾ. MT വാസുദേവൻ നായരെ ബിജുമോൻ പന്തിരുകുലം അനുസ്മരിച്ചു. ചടങ്ങിൽ K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AK രാജഗോപാലൻ, AM ബഷീർ, മുരളി മോഹൻ, BK അജിത എന്നിവർ സംസാരിച്ചു. CCN ചെറുപ്പുളശ്ശേരി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിടവാങ്ങൽ രാജ്യത്തിനും അന്തർദേശീയ തലത്തിലും തലയെടുപ്പുള്ള വലിയൊരു നേതാക്കന്മാരിൽ ഒരാളുടെ വിടവാണ് ഉണ്ടാക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിച്ചയാളാണ് അദ്ദേഹം. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യയുടെ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിലും പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയിലും ശ്രീ മൻമോഹൻ സിംഗ്, സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഉപജ്ഞാതാവ് എന്നുള്ള നിലയിൽ ലോക രാജ്യങ്ങളോട് മത്സരിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നതിൽ വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത്. അതിനൊക്കെ പുറമെ മിതഭാഷിയും മാന്യനും ആരെയും നോവിക്കാത്ത വാക്കുകളുമായി എല്ലാ കാര്യങ്ങളിലും ഒരു സമന്വയം സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയ ശ്രീ മൻമോഹൻ സിംഗ് ഒരു ചരിത്ര പുരുഷൻ തന്നെയാണ്. ഇന്ത്യയുടെ മതേതരത്വത്തിനും അതുപോലെ തന്നെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിൻ്റെയും ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ശ്രീ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്ററായത്. ശ്രീ സോണിയാഗാന്ധി അതിൽ പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട്. CCN മലപ്പുറം. ഏറ്റവും കൂടുതൽ തവണ രക്തദാനം നടത്തിയ യുവജന സംഘടനയ്ക്കുള്ള അവാർഡ് ഈ വർഷവും DYFI മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്വന്തമാക്കി. വിവിധ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചും ബ്ലഡ് ബാങ്കിൽ നേരിട്ട് നടത്തിയ ക്യാമ്പയിനിങ്ങിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. ബ്ലഡ് ബാങ്കിൽ നടന്ന ചടങ്ങിൽ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാലിമിന്റെ കയ്യിൽ നിന്നും DYFI നേതാക്കളായ ജില്ലാ സെക്രട്ടറി K ശ്യാംപ്രസാദ്, പ്രസിഡന്റ് P ഷബീർ, സംസ്ഥാന കമ്മിറ്റി അംഗം KP അനീഷ് എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. CCN പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം പുളിങ്കാവ് റോഡിൽ ചീരട്ടമലയിൽ വീണ്ടും വാഹനാപകടം. വ്യാഴാഴ്ച രാവിലെ 8:30യോടെയാണ് തൃശൂർ ഭാഗത്തു നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന മിനി ലോറി അപകടത്തിൽപ്പെട്ടത്. അരിപ്പൊടി കയറ്റി വന്ന ലോറി കുത്തനെയുള്ള ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് മറിയുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ലോറിയിൽ നിന്നും ഓയിലും ഗ്രീസും റോഡിൽ പരന്നു. ഫയർഫോഴ്സ് സംഘം എത്തി റോഡ് കഴുകിയാണ് അപകട ഭീഷണി ഒഴിവാക്കിയത്. അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പരിയാപുരത്ത് അപകടങ്ങൾ തുടർക്കഥയായതോടെ ഇവിടെ റോഡ് വീതി കൂട്ടിയിരുന്നു. ഇതേ തുടർന്ന് അപകട ഭീഷണി ഒഴിവാക്കുകയും ചെയ്തിരുന്നു. വീണ്ടും അപകടമുണ്ടായത് നാട്ടുകാരിൽ ആശങ്ക പരത്തിയിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. കഥകളി ആചാര്യൻ കലാമണ്ഡലം സോമന്റെ 60ാം പിറന്നാൾ സോമദ്യുതി എന്ന പേരിൽ ആഘോഷിക്കും. 28-ന് ശനിയാഴ്ച വെള്ളിനേഴി ഒളപ്പമണ്ണമനയിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആദര സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. ഈ പരിപാടിയുടെ സംഘാടനത്തിന് മൊത്തത്തിൽ നേതൃത്വം നൽകുന്നത് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ചെയർമാനായി പ്രസിദ്ധ കഥകളി ഗായകൻ സോമനാശാന്റെ ശിഷ്യൻ കൂടിയായിട്ടുള്ള ശ്രീ നെടുമ്പള്ളി രാംമോഹൻ ജനറൽ കൺവീനറുമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. രാവിലെ 9-ന് സോമന്റെ ഗുരുനാഥന്മാരായ കലാമണ്ഡലം MPS നമ്പൂതിരി, കലാമണ്ഡലം സുബ്രഹ്മണ്യൻ എന്നിവർ സോമദ്യുതിക്ക് തിരി തെളിയിക്കും. 9 മുതൽ പിറ്റേന്ന് പുലരും വരെ വെള്ളിനേഴി ഒളപ്പമണ്ണമനയിൽ കളിയരങ്ങുകളും നടക്കും. വൈകിട്ട് 5:30-ന് നടക്കുന്ന ആദര സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അധ്യക്ഷനാകും. 12:30-ന് പിറന്നാൾ വിരുന്നുണ്ടാകും. ഗുരുതുല്യരും സഹകലാകാരന്മാരും ആസ്വാദകരും ശിഷ്യരും പങ്കെടുക്കുന്ന സംവാദം, അരങ്ങനുഭവം, വൈകിട്ട് 4-ന് കാലകേയവധം, 5-ന് ഗുരുവന്ദനം തുടങ്ങിയവ നടക്കും. കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം KG വാസുദേവൻ നായർ, സതനം കൃഷ്ണൻകുട്ടി, കലാമണ്ഡലം MPS നമ്പൂതിരി, കല്ലുവഴി വാസു, കലാനിലയം ബാലകൃഷ്ണൻ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, കലാമണ്ഡലം ജോൺ, കലാമണ്ഡലം അപ്പുണ്ണിത്തരകൻ, ചമ്മന്നൂർ ചന്ദ്രതരകൻ, കലാമണ്ഡലം രാമൻകുട്ടി, കലാമണ്ഡലം ശ്രീകുമാർ എന്നിവരെ ആദരിക്കും. രാത്രി 10:30 മുതൽ പുലരും വരെ പ്രഗത്ഭർ പങ്കെടുക്കുന്ന കഥകളിയുണ്ടാകും. പാലക്കാടിന്റെ ബഹുമാനപ്പെട്ട MP VK ശ്രീകണ്ഠൻ
ഷൊർണൂർ MLA മമ്മിക്കുട്ടി, ഒറ്റപ്പാലം MLA പ്രേംകുമാർ തുടങ്ങിയവരെല്ലാം ആ പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കും. ആ ചടങ്ങിൽ വെച്ച് കഥകളിയുടെ വരദാനമായ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാൻ ശ്രീ കലാമണ്ഡലം സോമന് സുവർണ മുദ്ര നൽകി ആദരിക്കും. രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗത്തെ മിക്കവാറും പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ആദര സമ്മേളനമാണ് വൈകുന്നേരം നടക്കുക. തുടർന്ന് രാത്രി പുലരും വരെ വീണ്ടും കഥകളി തന്നെയാണ്. സദരകൃഷ്ണൻകുട്ടിയെ പോലെ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ പോലെ, കൃഷ്ണകുമാറിനെ പോലെ, കേശവൻ കുണ്ടനായരെ പോലെ, കോട്ടയ്ക്ക് ദേവദാസ്, ഹരിയാം നായർ, മനോജ് എന്നീ വേഷക്കാരും ഇന്ന് ജീവിച്ചിരിപ്പുള്ള മിക്കവാറും കഥകളി ഗായകരും കോട്ടയ്ക്ക് നാരായണൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാരും കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ മുതൽക്കുള്ള ചെണ്ട വിഭാഗവും കോട്ടയ്ക്ക് രവി മുതൽക്കുള്ള മദ്ദള വിഭാഗവും കലാമണ്ഡലം ശിവരാമൻ മുതൽക്കുള്ള ചുട്ടി വിഭാഗവും അന്നത്തെ കളിയരങ്ങിൽ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കളിയരങ്ങിൽ പങ്കെടുക്കും. ഭാരവാഹികളായ വി രാമൻകുട്ടി, വെള്ളിനേഴി ആനന്ദ്, ബിജു തെക്കുംപാട്ട്, ശ്രീദേവൻ ചെറുമിറ്റം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെറുപ്പുളശ്ശേരി. ചെത്തലൂർ ദേശവിളക്ക് ആഘോഷം പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ചടങ്ങോടെ സമാപിച്ചു. തച്ചനാട്ടുകര തട്ടകത്തിലെ നിരവധി ഭക്തർ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിൽ പങ്കാളികളായി. രാവിലെ പനംകുരിശി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ്, കുടിവയ്പ്, മേളം, ഉച്ചപൂജ, ശാസ്താംപാട്ട് എന്നിവ ഉണ്ടായി. വൈകിട്ട് ചെണ്ടമേളം, താളം, വെളിച്ചപ്പാട്, സ്വാമി ഭക്തർ എന്നിവരുടെ അകമ്പടി കലാലയം പരിസരത്തേക്ക് പാലക്കൊമ്പിനായി എഴുന്നള്ളിപ്പുണ്ടായി. പാലക്കൊമ്പിന് സമീപം പ്രത്യേക പൂജകളും മേളവും തുടർന്ന് വെളിച്ചപ്പാടിന്റെ നൃത്തച്ചവിട്ടും വാൾപ്പായറ്റും ഉണ്ടായി. വൈകിട്ട് കലാലയം പരിസരത്തു നിന്ന് പാലക്കൊമ്പ് തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നു. പനംകുരിശിയിലെത്തിയ അയ്യപ്പൻ വിളക്ക് ആഘോഷം വെളിച്ചപ്പാടിന്റെ അരിയേറോടുകൂടി പകൽ ഉത്സവം സമാപിച്ചു.
പ്രദീപ് ചെറായയും സംഘവും നടത്തുന്ന ഭക്തിഗാനസുധ, അന്നദാനം, രാത്രി അത്താഴപൂജ, തായമ്പക, അയ്യപ്പൻ പാട്ട്, പാതിര താലപ്പൊലി, തിരിയൊഴിച്ചിൽ, കനൽച്ചാട്ടം, പുലർച്ചെ വെട്ടും തടവും എന്നിവയോടെ സമാപനമായി. ആര്യമ്പാവ് തങ്കമണി ആശാൻ, ആറ്റാശ്ശേരി സുന്ദരൻ എന്നിവർ ദേശവിളക്കിന് നേതൃത്വം നൽകി. CCN ചത്തല്ലൂർ. ചത്തല്ലൂർ പനംകുരിശി ദേവസ്വം ഓഫീസിന് മുകളിൽ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്രമമുറി നിർമ്മിച്ചു നൽകി. 2,25,123 രൂപ ചിലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 2024 പൂരാഘോഷത്തിനു ശേഷം മിച്ചം വന്ന 98,123 രൂപയും സ്പോൺസർ മുഖേന ലഭിച്ച തുകയും ചേർത്ത് 2,25,123 രൂപ ചിലവിലാണ് വിശ്രമമുറി പണി കഴിപ്പിച്ച് ദേവസ്വത്തിന് സമർപ്പിച്ചത്. പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശിവൻ വലിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M. ഗോപകുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ ആനന്ദൻ, വാർഡ് മെമ്പർ ബിന്ദു PM എന്നിവർക്കൊപ്പം പാരമ്പര്യ ട്രസ്റ്റി അംഗങ്ങൾ, ക്ഷേത്രം ജീവനക്കാർ, പൂരാഘോഷ കമ്മിറ്റി അംഗങ്ങൾ, മറ്റു ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിലെ 7 ദിന NSS സ്പെഷ്യൽ ക്യാമ്പിന്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. പുലാപ്പറ്റയിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുമായി സഹകരിച്ചാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 70ഓളം ആളുകൾ ഈ ക്യാമ്പുകളിൽ പരിശോധനകൾ നടത്തി. പരിശോധന കൂടാതെ നേത്രദാനത്തിന്റെ മഹത്വം വിശദീകരിക്കുന്ന ക്ലാസും ആയുർവേദത്തിന് നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ കഴിയുന്ന മാറ്റത്തെക്കുറിച്ചുള്ള ക്ലാസും നൽകി. നമ്മുടെ പനി വന്നാലോ ജലദോഷം വന്നാലോ ആശുപത്രി പോയി അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാം. നമ്മൾ പക്ഷേ മുടി പൊളിച്ചിട്ടുണ്ടെങ്കിൽ വേഗം മുഖക്കുരു വന്നാൽ വേഗം പോകും അല്ലെ. നമ്മുടെ സ്കിന്നും ഹെയറിനും കൂടുതലായിട്ട് അല്ലെ. അപ്പൊ ഈ സ്കിന്നിനും ഹെയറിനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്ത് തന്നെയാണ്? വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ് കേട്ടോ. വൈറ്റമിൻസും മിനറൽസും ആണ്. ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെയാണ്? വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അത് ചെറിയ ലെവലല്ല, ഒരുപാട് ക്വാണ്ടിറ്റി കഴിച്ചാലേ ഇത്തിരിയെങ്കിലും നമ്മുടെ ശരീരത്തിൽ അത് ആഗിരണം ചെയ്തു. അപ്പൊ അതാണ് കൂടുതൽ കഴിക്കേണ്ടത് അല്ലെ. അതുപോലെ വെള്ളമുടി കുറവല്ലേ? കുറവല്ലേ? വളരെ കുറവല്ലേ? വെള്ളമുടിയൊക്കെ കേട്ടോ നമ്മുടെ സ്കിന്നിനെയും ആരോഗ്യത്തിനെയും കേട്ടോ കീപ്പ് ചെയ്യുന്നത് നിർബന്ധമായിട്ടും അല്ലെ 8 ഗ്ലാസ് വെള്ളം നമ്മൾ ശ്രദ്ധിക്കണം. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ആശയുടെ നേതൃത്വത്തിലായിരുന്നു ആയുർവേദത്തിനെ സംബന്ധിച്ച ക്ലാസ്. നേത്രദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ക്ലാസ് അഹല്യ കണ്ണാശുപത്രിയിലെ ജീവനക്കാരനാണ് നടത്തിയത്. CCN കടമ്പഴിപ്പുറം. വെള്ളിനേഴി കുറുവട്ടൂർ ചക്കിയാങ്കാവ് അയ്യപ്പൻകാവിലെ മണ്ഡലകാല ചുറ്റുവിളക്ക് താലപ്പൊലി ആഘോഷിച്ചു. വൈകിട്ട് നടന്ന താലപ്പൊലി എഴുന്നള്ളിപ്പിൽ 7 ആനകൾ അണിനിരന്നു. രാവിലെ വിശേഷാൽ പൂജകളോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് മേളം അരങ്ങേറി. വൈകിട്ട് 4:30 താലപ്പൊലി എഴുന്നള്ളിപ്പ് നടന്നത്. 7 ആനകൾ അണിനിരന്നു. കിഴക്കൻ വേലയിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഗോകുൽ തിടമ്പേറ്റി. കാഞ്ഞിലശ്ശേരി വിനോദ് മാരാർ മേളപ്രമാണിയായി. കല്ലുംപുറം വേലയിൽ പാക്കത്ത് ശ്രീകുട്ടൻ തിടമ്പേറ്റി. കല്ലുവഴി മുരളി നമ്പീശൻ മേളപ്രമാണിയായി. മന്നത്തു പരിസരം കിഴക്കൻ വേലയിൽ മംഗലാംകുന്ന് ശരൺ അയ്യപ്പൻ തിടമ്പേറ്റി. തിരുവാഴിയോട് സുബ്രഹ്മണ്യൻ മേളപ്രമാണിയായി. രാത്രി 8 തായമ്പക അരങ്ങേറി. 11 രാത്രി താലപ്പൊലിയോടെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി. CCN കടമ്പഴിപ്പുറം. മണ്ടമ്പറ്റ് പുന്നാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലകാല താലപ്പൊലി ആഘോഷിച്ചു. കളഭാഭിഷേകം, പൊങ്കാല, പാന എന്നിവയും നടന്നു. നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. നെടുമ്പള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാട്, തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പൂമൂടൽ, പൊങ്കാല, പാന, താലപ്പൊലി, രാത്രി താലം നിരത്തൽ എന്നിവയും നടന്നു. CCN കടമ്പഴിപ്പുറം. വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയെത്തിയവർക്ക് ആശ്വാസം പകർന്ന് കരുതലും കൈത്താങ്ങും മണ്ണാർക്കാട് താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത്. ആകെ ലഭിച്ച പരാതികളിൽ 133 തീർപ്പാക്കിയതായി അധികൃതർ അറിയിച്ചു.
ജില്ലയിലെ മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് MS കല്ലടി കോളേജ് ഓഡിറ്റോറിയത്തിലാണ് അദാലത്ത് നടത്തിയത്. 3 ഡെസ്കുകളാണ് പരാതി പരിഹാരത്തിനായി ക്രമീകരിച്ചിരുന്നത്. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി, MLA-മാരായ N ശംസുദ്ദീൻ, K ശാന്തകുമാരി, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത എന്നിവർ ഒരു ഡെസ്കിലും, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്, നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ, ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എന്നിവർ മറ്റൊരു ഡെസ്കിലും പരാതികൾ സ്വീകരിച്ചു. കളക്ടർ ഡോക്ടർ S ചിത്രയുടെ നേതൃത്വത്തിലും പരാതി സ്വീകരിച്ചു. മന്ത്രിമാർ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും നടപടി സംബന്ധിച്ച വിവരങ്ങൾ തേടി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. 228 പരാതികളാണ് അദാലത്തിൽ സജ്ജീകരിച്ച കൗണ്ടറുകളിൽ ചൊവ്വാഴ്ച തത്സമയം ലഭിച്ചത്. ഈ പരാതികൾ പരിഹരിക്കുന്നതിനായി കളക്ടർ മുഖേന ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് അയക്കും. ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത പരാതികൾ സർക്കാരിലേക്ക് കൈമാറുമെന്നും അധികൃതർ അറിയിച്ചു. CCN മണ്ണാർക്കാട്. ഈ വർഷത്തെ ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് മിസ്റ്റർ മലപ്പുറം 29-ന് വണ്ടൂരിൽ നടക്കും. 150ഓളം അംഗീകൃത ക്ലബ്ബുകളിൽ നിന്നായി 500-ലേറെ മത്സരാർത്ഥികൾ പങ്കെടുക്കും. ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് മലപ്പുറത്തിന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഫിറ്റ്നസ് ലാൻഡ് വണ്ടൂരിന്റെ സഹായത്തോടെ വണ്ടൂർ അമ്പലപ്പടി ഓഡിറ്റോറിയത്തിലാണ് മത്സരം. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ, മെൻസ് സ്പോർട്ട് ഫിസിക്, വിമൻസ് സ്പോർട്ട് ഫിസിക്, മാസ്റ്റേഴ്സ്, ഫിസിക്കലി ചലഞ്ചഡ് തുടങ്ങിയ വിവിധ കാറ്റഗറികളിൽ വെയ്റ്റ് അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സരം സ്പോർട്സ് കൗൺസിലിന്റെ നിരീക്ഷണത്തിലായിരിക്കും. 150ഓളം അംഗീകൃത ക്ലബ്ബുകളിൽ നിന്നായി 500-ലേറെ മത്സരാർത്ഥികൾ പങ്കെടുക്കും. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് നടക്കുന്ന ഭാരനിർണയത്തോടെ മത്സരത്തിന് തുടക്കമാവും. മത്സര വിജയികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രോഫികൾക്കും മെഡലുകൾക്കും പുറമെ സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച സർട്ടിഫിക്കറ്റുകളും ക്യാഷ് പ്രൈസുകളും സമ്മാനമായി നൽകും. ഇന്ത്യൻ ബോഡി ബിൽഡേഴ്സ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് TV പോളി, BBAK പ്രസിഡന്റ് K ആനന്ദൻ, BBAK സെക്രട്ടറി MK കൃഷ്ണകുമാർ, കൂടാതെ ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചേർന്ന് സമ്മാനദാനം നിർവഹിക്കും. ഏറ്റവും നല്ല, ഏറ്റവും മികച്ച ബോഡി ബിൽഡിംഗ് താരങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആധികാരികമായി ഈ ഗെയിമിൽ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുള്ള കായിക സംഘടനയായ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് മലപ്പുറം ഇത്തരമൊരു ജില്ലാതല ശരീര സൗന്ദര്യ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. വരുന്ന പ്രസ് റിലീസിൽ പറഞ്ഞ പോലെ തന്നെ വരുന്ന 29-ാം തീയതി ഞായറാഴ്ച വണ്ടൂരിൽ വെച്ചിട്ട്, വണ്ടൂരിൽ ഫിറ്റ്നസ് ലാൻഡ് അവിടുത്തെ ഒരു പ്രമുഖ ഹെൽത്ത് ക്ലബ്ബാണ്. അതിന്റെ സഹകരണത്തോട് കൂടിയിട്ട് ജില്ലാ സ്പോർട്സ് കൗൺസിലും ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് മലപ്പുറവും സംയുക്തമായിട്ട് ഈ മത്സരം സംഘടിപ്പിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ഭാരവാഹികളായ K അമീൻ, MP സഫീഖ്, C മുജീബ് റഹ്മാൻ, KV അബ്ദുൽ ഹമീദ്, കോയ കോട്ടക്കൽ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. വിമൻസ് വിംഗ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 2ാമത് വാർഷികാഘോഷം ഞായറാഴ്ച നടക്കും. പരപ്പനങ്ങാടി ചെട്ടിപ്പടി റോയൽ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9-ന് ഷാഫി പറമ്പിൽ MLA ഉദ്ഘാടനം ചെയ്യും. ഓൾ കേരള ജീവകാരുണ്യ പ്രവർത്തക സംഗമം, നിർധനരായ കുട്ടികൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം, ആൺതുണയില്ലാത്ത വീട്ടുകാർക്ക് ഭക്ഷണ കിറ്റ് വിതരണം, പരപ്പനങ്ങാടി നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികളും അന്നേ ദിവസം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വള്ളിക്കുന്ന് MLA P അബ്ദുൽ ഹമീദ് ഭക്ഷണ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്കു ശേഷം വേങ്ങര സബ് ഇൻസ്പെക്ടർ സുരേഷിന്റെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണ ക്ലാസും ഉണ്ടാകും. വൈകിട്ട് 4-ന് നടക്കുന്ന സമാപന സമ്മേളനം PK അബ്ദുറബ് ഉദ്ഘാടനം ചെയ്യും. ഗ്രൗണ്ടൊക്കെ തറവാടാക്കി എടുത്തിട്ട് അവർക്ക് കോച്ചിങ് നല്ലൊരു കോച്ചിങ് കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ ഫുട്ബോളിന്റെ ഏറ്റവും നല്ല നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കുട്ടികൾക്ക് 38 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ജേഴ്സി നൽകുന്നുണ്ട്, ഫുട്ബോളും അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും 29-ാം തീയതി നൽകുന്നുണ്ട്. അവരുടെ അക്കാദമിയുടെ ഉദ്ഘാടനം നാളെയാണ്. സെക്രട്ടറി N സുമിത്ര, വൈസ് പ്രസിഡന്റ് ദിവ്യ രതീഷ്, സംഘാടക സമിതി അംഗം KP സക്കീർ ഹുസൈൻ, M അസീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിൽപ്പനയ്ക്കെത്തിച്ച 4 കിലോഗ്രാം കഞ്ചാവുമായി ചുണ്ടമ്പറ്റ സ്വദേശി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. 2 കിലോഗ്രാമിന്റെ പാക്കറ്റിന് 35,000 രൂപ വരെ വിലയിട്ട് പറയുന്ന സ്ഥലത്തെത്തിച്ചു കൊടുക്കുന്നയാളാണ് പിടിയിലായത്.
കള്ളനോട്ടുമായി ഒരാൾ നാട്ടുകൽ പോലീസ് പിടിയിൽ. കൊല്ലം പത്തനാപുരം സ്വദേശിയാണ് ആര്യമ്പാവിൽ വെച്ച് 500 രൂപയുടെ കള്ളനോട്ടുമായി പിടിയിലായത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിടവാങ്ങൽ രാജ്യത്തിനും അന്തർദേശീയ തലത്തിലും തലയെടുപ്പുള്ള വലിയൊരു നേതാക്കന്മാരിൽ ഒരാളുടെ വിടവാണ് ഉണ്ടാക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. കഥകളി ആചാര്യൻ കലാമണ്ഡലം സോമന്റെ 60ാം പിറന്നാൾ സോമദ്യുതി എന്ന പേരിൽ ആഘോഷിക്കും. 28-ന് ശനിയാഴ്ച വെള്ളിനേഴി ഒളപ്പമണ്ണമനയിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആദര സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.